നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമുക്ക് ബിസിനസ് സർവീസസ് എന്ന ചാപ്റ്ററിൽ ബാങ്കിംഗ് സേവനങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബാങ്ക്സ് നിത്യജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന ഒരു സ്ഥാപനമാണല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കും ഒരു സ്വകാര്യ മേഖലാ ബാങ്കുമാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. എന്താണ് ബാങ്ക്? Bank is an institution which is engaged in accepting deposits, lending money and providing other services to its customers and the general public. ബാങ്കിന്റെ കസ്റ്റമേഴ്സ് അതുപോലെ പൊതുജനത്തിനും ആവശ്യമായ സേവനം നൽകുക, അവരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുക, ആവശ്യക്കാർക്ക് വായ്പ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ബാങ്ക്. ബാങ്കിംഗ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ്. It mobilizes savings of the people and makes funds available to business financing. പൊതുജനങ്ങളിൽ നിന്നും അവരുടെ സമ്പാദ്യങ്ങളെ ശേഖരിച്ച് ആ നിക്ഷേപം ബിസിനസ്സിന് ആവശ്യമായ ധനസ്രോതസ്സായി വായ്പകളായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് റിമൂവ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബാങ്കുകളാണ്. According to the Banking Regulation Act 1949, banking is the business of accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise, and withdrawal by check, draft, order or otherwise. എന്താണ് ബാങ്കിങ്? ബാങ്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനം, അതാണ് ബാങ്കിങ്. അതിനെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിക്കേ. ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി. സോ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. എന്തിനു വേണ്ടിയാണ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്? കയ്യിൽ വെക്കാൻ വേണ്ടിയാണോ? അല്ല, ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആവശ്യക്കാർക്ക് വായ്പ നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ, ബാങ്കുകളിൽ ഒക്കെ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ബാങ്ക് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നത്. ഇങ്ങനെ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റ് ബാങ്ക് റീപേ ചെയ്യും. എങ്ങനെ? ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് എന്നാണ്. ഓൺ ഡിമാൻഡ് മീൻസ് എപ്പോഴാണോ നിക്ഷേപകൻ പണം ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ തുക മടക്കി നൽകുന്നു, അല്ലെങ്കിൽ ആ നിക്ഷേപത്തിന്റെ കാലാവധി എത്തുമ്പോൾ ആ തുക നിക്ഷേപകന് മടക്കി കൊടുക്കുന്നു. സോ ബാങ്ക് നിക്ഷേപകനിൽ നിന്നും സ്വീകരിക്കുന്ന തുക നിക്ഷേപകൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും തിരികെ കൊടുക്കാറുണ്ട്. തിരികെ കൊടുക്കുന്നത് എങ്ങനെയാ? നമ്മൾ ബാങ്കിൽ പോയി ചോദിച്ചിട്ട്, സർ എനിക്കിവിടെ നിക്ഷേപമുണ്ട്, ആ തുക ഇങ്ങത്താ എന്ന് പറഞ്ഞാൽ തിരികെ തരുമോ? ഇല്ല. വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ് എന്നാണ്. ബാങ്കിൽ നാം നിക്ഷേപിച്ച തുക പിൻവലിക്കണമെങ്കിൽ ചെക്ക് പൂരിപ്പിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ ബാങ്ക് ഓർഡർ മുഖാന്തരമോ, ഡ്രാഫ്റ്റ് മുഖാന്തരമോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കാർഡുകൾ ഉപയോഗിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിംഗ് മുഖാന്തരമൊക്കെ ഇപ്പോൾ നമ്മുടെ നിക്ഷേപത്തെ കൺവേർട്ട് ചെയ്യാം, പിൻവലിക്കാം. സോ ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി. എന്തിനു ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു? ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സ്വീകരിക്കുന്ന നിക്ഷേപം റീപേ ചെയ്യും. എപ്പോൾ? ഓൺ ഡിമാൻഡ്. പിൻവലിക്കുന്ന രൂപങ്ങൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ ഓർഡർ. Then different types of banks. First one is commercial bank. They accept deposits from the public and grant short-term credit mainly to trade, commerce and industry.
വാണിജ്യ ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്ക്, അതിന്റെ പേരിനകത്ത് തന്നെയുണ്ട്. കൊമേഴ്സിന്, ഇൻഡസ്ട്രിക്ക് ഒക്കെ വായ്പ നൽകുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. There are two type of commercial banks. Yes, public sector and private sector banks. ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക്, ഗവൺമെന്റിന് ഓഹരിയുള്ള ബാങ്കുകൾ പബ്ലിക് സെക്ടർ ബാങ്ക്. തികച്ചും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. പക്ഷേ ഈ ബാങ്കുകളെല്ലാം റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് പ്രവർത്തിക്കുക. SBI is the largest public sector bank in India. State Bank of India, Punjab National Bank, Indian Overseas Bank, Union Bank of India, Indian Bank, Canara Bank, etc. are public sector banks. നിലവിൽ ഇന്ത്യയിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഉള്ളത്. HDFC Bank, ICICI Bank, Kotak Mahindra Bank, etc. are private sector banks. Then cooperative banks. Cooperative banks are governed by the provisions of Cooperative Societies Act and meant essentially for providing cheap credit to their members. So സഹകരണ ബാങ്കുകൾ നമ്മൾ മുൻ പാഠത്തിൽ പഠിച്ചതാണ്. സഹകരണ നിയമപ്രകാരം രൂപീകൃതമാകുന്ന സൊസൈറ്റീസ്, അതാണ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നത്. അത് അതിലെ അംഗങ്ങൾക്ക് ന്യായമായ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്നു. Then specialized banks. Specialized banks are foreign exchange banks, industrial banks, development banks, export-import banks, catering to specific needs of these unique activities. These banks provide financial aid to industries, provide foreign exchange services, etc. So പ്രത്യേക മേഖലയുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ബാങ്കുകളെയാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then central bank. Central bank is the apex institution which supervises and controls the entire banking system of a country. The Reserve Bank of India is the central bank of our country. It is the banker's bank and acts as the lender of last resort. It also acts as a government banker. It controls and coordinates currency and credit policy of any country. A central bank does not deal directly with the public. So കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ബാങ്കിംഗ് മേഖലയിൽ എല്ലാ നിയന്ത്രണങ്ങളും ഉറപ്പുവരുത്തുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ബാങ്കേഴ്സ് ബാങ്ക് എന്നും ഗവൺമെന്റിന്റെ ബാങ്ക് എന്നും അറിയപ്പെടാറുണ്ട്. കറൻസി, അതേപോലെ ക്രെഡിറ്റ് പോളിസി, ഇവയുടെ എല്ലാം നിയന്ത്രണം സെൻട്രൽ ബാങ്കിന്റെ മേലാണ് ഉള്ളത്. Then functions of a commercial bank വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മിക്ക വർഷവും essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് ഫംഗ്ഷൻ ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക്. Commercial banks perform a variety of functions. Some of them are basic functions like accepting deposits and lending money, and others are secondary functions like agency services and general utility services. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുകയും അവർക്ക് വായ്പകൾ അനുവദിക്കുകയും ചെയ്യുന്നു. നിക്ഷേപം സ്വീകരിക്കുക, വായ്പ അനുവദിക്കുക, ഇതാണ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മറ്റനുബന്ധ സേവനങ്ങളായി ഏജൻസി സർവീസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്നിവയും ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിലെ കസ്റ്റമേഴ്സ് അല്ലാതെ പൊതുജനങ്ങൾക്കും ആവശ്യമായ സേവനങ്ങൾ ബാങ്കുകൾ നൽകാറുണ്ട്. വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. The main purpose of bank is to promote savings and accept deposits from the customers. Banks offer different deposit schemes to satisfy the needs of its customers. The common types of deposit schemes offered by banks are savings deposit, current deposit, recurrent deposit, fixed deposit. 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് സാധാരണഗതിയിൽ ബാങ്കുകൾ അതിന്റെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. Then ആ വിവിധ ഡെപ്പോസിറ്റ് സ്കീമുകളെ ഒന്ന് പരിചയപ്പെടാം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, പൊതുവെ SB അക്കൗണ്ട് എന്ന് അറിയപ്പെടും. സേവിങ്സ് അക്കൗണ്ട് ആർ യൂഷ്വലി ഓപ്പറേറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ്. Customers can deposit any amount of money at any number of times, but
The number and the amount of withdrawals are restricted. The rate of interest paid on savings account is lower than that of fixed deposit. സാധാരണ ആളുകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു നിക്ഷേപമാണ് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അവരുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുക. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ബാങ്കിൽ നിന്നും ആ പണം ചെക്ക് മുഖാന്തരമോ അല്ലെങ്കിൽ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ആയ ഡെബിറ്റ് കാർഡ്, ATM കാർഡ് മുഖാന്തരം പിൻവലിക്കാനൊക്കെയുള്ള സൗകര്യമാണ് സേവിങ്സ് ഡെപ്പോസിറ്റിന് ഉള്ളത്. സോ സേവിങ്സ് ഡെപ്പോസിറ്റ് പൊതുജനങ്ങളുടെ നിക്ഷേപ സമ്പാദ്യ ശീലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഏത് സമയത്തും പണം നിക്ഷേപിക്കാം. പക്ഷെ പിൻവലിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ചില ബാങ്കുകാർ ഏർപ്പെടുത്താറുണ്ട്. പലിശ പൊതുവെ കുറവായിരിക്കും. ദെൻ കറന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. The current accounts are usually opened by businessmen. Under this account, there is no restriction regarding the number and the amount of deposit and withdrawal. As the deposit is repayable on demand, current deposits are also known as demand deposits. Withdrawals can be made by checks or plastic cards. Overdraft facility is also available. No interest is payable on money deposited in the current account, as the money is not available to the bank for profitable reinvestment. So കറന്റ് നിക്ഷേപം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബിസിനസ്സുകാർ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ്. അവർക്ക് ഏത് സമയത്തും എത്ര തുക വേണമെങ്കിലും ഈ കറന്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. അതുപോലെ പണം പിൻവലിക്കുന്നതിനും നിയന്ത്രണമൊന്നുമില്ല. അവർ നിക്ഷേപിച്ച തുകകൾ ചെക്ക് മുഖാന്തരമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കാർഡുകൾ മുഖാന്തരമോ പിൻവലിക്കാവുന്നതാണ്. അവർ നിക്ഷേപിച്ചതിനേക്കാൾ അധികം തുക പിൻവലിക്കുന്നുള്ള ഫെസിലിറ്റി, ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ബാങ്കുകൾ അവർക്ക് നൽകാറുണ്ട്. ഏത് സമയത്തും പണം പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ബാങ്കിന് ഈ നിക്ഷേപത്തിലുള്ള തുക ഫലവത്തായി വായ്പയായി നൽകുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കറന്റ് ഡെപ്പോസിറ്റിന് പൊതുവെ പലിശ അനുവദിക്കാറില്ല. ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് പേരിനകത്ത് തന്നെയുണ്ടല്ലേ. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് വേർ മണി ഈസ് ഡെപ്പോസിറ്റഡ് ഫോർ എ ഫിക്സഡ് പീരീഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടേം ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റഡ് 10,000 ഫോർ 3 months. ഒരു നിശ്ചിത കാലത്തേക്ക് നാം പണം നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൈവശം പെട്ടെന്ന് ആവശ്യമില്ലാത്ത ഒരു തുക അത് നമ്മൾ ഒരു നിശ്ചിത കാലത്തേക്ക് 3 മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ 1 കൊല്ലത്തേക്കോ ഒക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. Such deposits are not supposed to be withdrawn before the expiry of the period. ആ നിക്ഷേപത്തിന്റെ കാലാവധി എത്രയോ ആ കാലാവധി വരെയാണ് സാധാരണഗതിയിൽ ആ നിക്ഷേപം അവിടെ നിലനിൽക്കുക. ആ നിക്ഷേപ കാലാവധിക്ക് മുൻപ് നമുക്ക് പണം വേണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ കുറവ് വരുത്തിക്കൊണ്ട് ബാങ്കർ അനുവദിക്കും. അല്ലെങ്കിൽ ആ നിക്ഷേപത്തിന്റെ ബേസിൽ നമുക്ക് ലോണും നൽകാറുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ് ഗെറ്റ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. വളരെ ഉയർന്ന പലിശയായിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റിന് ബാങ്കുകൾ നൽകുന്ന. കാരണം ഇത്രയും കാലത്തേക്ക് നിക്ഷേപം അവിടെ കിട്ടുന്നതിനാൽ ആ തുക വായ്പയായി ബാങ്കിന് നൽകുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന പലിശ നൽകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ്. ആ ഡെപ്പോസിറ്റിന്റെ പീരീഡ് കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉയരും. പീപ്പിൾ വിത്ത് സർപ്ലസ് ഫണ്ട് ആൻഡ് ദ ഡു നോട്ട് റിക്വയർ ഇമ്മീഡിയറ്റ്ലി പ്രിഫർ ഫിക്സഡ് ഡെപ്പോസിറ്റ്. കയ്യിൽ അധിക തുകയുണ്ട്, ആ തുക ഉടനൊന്നും ആവശ്യമില്ല എന്ന് ബോധ്യമുള്ളവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അനുയോജ്യമായ ഒരു നിക്ഷേപ പദ്ധതിയാണ്. ദെൻ റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ആവർത്തന നിക്ഷേപം. ഡെപ്പോസിറ്റിംഗ് എ ഫിക്സഡ് എമൗണ്ട് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ഈസ് നോൺ ആസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. എക്സാമ്പിൾ, ഡെപ്പോസിറ്റിംഗ് ₹500 per month for 5 years. ഒരു നിശ്ചിത തുക നിശ്ചിത ഇടവേളകളിൽ നിശ്ചിത കാലത്തേക്ക് നാം നിക്ഷേപിക്കുന്നു. ഉദാഹരണം നമ്മൾ പറയുന്നു, ഒരു 500 രൂപ എല്ലാ മാസവും നിക്ഷേപിക്കുന്നു. എത്ര കാലം? 5 വർഷത്തേക്ക് നിക്ഷേപിക്കണം. സോ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുകയും അതിന്മേലുള്ള പലിശയും സഹിതം നമുക്ക് തിരികെ കിട്ടും. ഇതിനാണ് നമ്മൾ ആവർത്തന നിക്ഷേപം എന്ന് പറയുന്നത്. സോ എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇടവേളകളിൽ നിശ്ചിത തുക നിക്ഷേപിക്കുവാൻ നമുക്കുണ്ട് എങ്കിൽ അത് നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഉയർന്ന പലിശ ലഭിക്കുന്നതാണ്. ദ ഡെപ്പോസിറ്റ് ക്യാൻ ബി വിഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിക്സഡ് പീരീഡ് ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ്. ദിസ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഇസ് ഡിസൈൻഡ് ടു എൻകറേജ് റെഗുലർ സേവിങ്സ് എമംഗ് ദ പബ്ലിക്, എസ്പെഷ്യലി ഫിക്സഡ് ഇൻകം ഗ്രൂപ്പ്.
ദെൻ അടുത്ത ഫംഗ്ഷനാണ് ലെൻഡിങ് ഓഫ് മണി. Second major function of commercial bank is to provide loans and advances. The bank advances loans at a higher rates of interest than what it allows on deposits. The difference between the two rates of interest is the profit of the bank. These advances can be made in the form of overdraft, cash credit, discounting of tradables, term loans and other miscellaneous advances. So ബാങ്കിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷനാണ് വായ്പ അനുവദിക്കുക എന്നത്. ഈ വായ്പയിൽ നിന്ന് ലഭിക്കുന്ന പലിശയാണ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. ആവശ്യക്കാരന് ബാങ്ക് ലോൺ, ക്യാഷ് ക്രെഡിറ്റ്, ഓവർഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് മുതലായവയിലൂടെയാണ് വായ്പ അനുവദിക്കുന്നത്. ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ലോൺസ് ആർ ഗ്രാന്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ലോൺ amount together with interest is to be paid within the period of loans. Banks also advances money by discounting trade bills. അപ്പോൾ ലോൺ ഒരു നിശ്ചിത കാലത്തേക്ക് പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടിയാണ് നൽകുന്നത്. ആ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ലോൺ എമൗണ്ട് പലിശ സഹിതം നമ്മൾ അടയ്ക്കണം. അത് ഒറ്റത്തവണയായിട്ടോ ദെൻ ഇൻസ്റ്റാൾമെന്റുകളായിട്ടോ ഒക്കെ ലോൺ അടയ്ക്കുന്നുള്ള സംവിധാനമുണ്ട്. ഡിസ്കൗണ്ടിങ് ഓഫ് ട്രേഡ് ബിൽ എന്ന് പറഞ്ഞാൽ ബിൽസ് റിസീവബിളിൽ അതിന്റെ മെച്യൂരിറ്റി ഡേറ്റിന് മുൻപ് പണം ആവശ്യമുണ്ട് എങ്കിൽ അത് ബില്ല് ബാങ്കിൽ പണയപ്പെടുത്തി അതിന്റെ മുഖവിലയിൽ നിന്നും ചെറിയൊരു തുക ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ ബാങ്ക് കുറവ് ചെയ്യുന്നു. ബാക്കി തുകയാണ് ഡിസ്കൗണ്ട് ചെയ്യുന്ന അതിന്റെ കസ്റ്റമർക്ക് ബാങ്ക് നൽകുന്നത്. Then overdraft is the facility given to the current account holders to overdraw their account up to the limit sanctioned by the bank. Bank charges higher rate of interest on the amount overdrawn by the customer. അപ്പോൾ ഒരു നിക്ഷേപകന് സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിൽ എന്താണോ ഉള്ളത് അതുവരെ മാത്രമേ ആ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ അക്കൗണ്ടിൽ 10,000 രൂപ നിക്ഷേപമുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്നും പിൻവലിക്കാവുന്ന മാക്സിമം തുക ഈ 10,000 രൂപയാണ്. എന്നാൽ നമുക്ക് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് അനുവദിച്ച ഒരു പരിധി വരെ, ഇപ്പോൾ 50,000 രൂപയുടെ ഓവർഡ്രാഫ്റ്റ് ആണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ നിക്ഷേപത്തിലുള്ളതിൽ പുറമെ 50,000 രൂപ കൂടി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമുക്ക് പിൻവലിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ അധികമായി പിൻവലിച്ച ആ തുകയ്ക്ക് നമ്മൾ ബാങ്കിന് പലിശ അനുവദിക്കണം. നിശ്ചിത ദിവസത്തിനുള്ളിൽ നമ്മൾ എടുത്ത ഓവർഡ്രാഫ്റ്റ് തിരിച്ച് അടയ്ക്കേണ്ടതാണ്. ക്യാഷ് ക്രെഡിറ്റ് അലൗസ് ദ കസ്റ്റമർ ടു വിഡ്രോ ഫ്രം ദ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് അപ് ടു ദ ക്രെഡിറ്റ് ലിമിറ്റ് ബൈ യൂസിംഗ് ചെക്ക് ഓർ ക്രെഡിറ്റ് കാർഡ്സ്. ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദി എമൗണ്ട് ആക്ച്വലി വിഡ്രോൺ. ക്യാഷ് ക്രെഡിറ്റ് ഒരു പുതിയ അക്കൗണ്ടാണ്. നമ്മളുടെ പേരിൽ ബാങ്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് സാങ്ഷൻ ചെയ്യുന്നു. ആ ലിമിറ്റിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള തുക ബാങ്കിൽ നിന്നും ചെക്ക് മുഖാന്തരമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കാർഡ്സ്, ഡെബിറ്റ് കാർഡ് മുഖാന്തരമോ പിൻവലിക്കാവുന്നതാണ്. എത്രയാണോ നമ്മൾ പിൻവലിച്ച തുക ആ പിൻവലിച്ച തുകയ്ക്ക് മാത്രം പലിശ അനുവദിച്ചാൽ മതി. ദെൻ നമ്മുടെ കയ്യിൽ അധിക തുക വല്ലതും വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ തുക ഈ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് അടയ്ക്കാം. പിന്നീട് പൈസ ആവശ്യമുള്ളപ്പോൾ അതേ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് നമുക്ക് പിൻവലിക്കാം. സാധാരണ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. Then another function of a bank is check facility. Bank renders a very important service to their customers by collecting their checks drawn on other banks. Bank collects the amount of these checks and credits money into customer's account. A check is a document that orders a bank to pay a specific amount of money from a person's account to the person in whose name the check has been issued. There are mainly two types of checks, bearer checks and order checks. അപ്പോൾ check means an instrument for withdrawing money from a bank ആണ്. മറ്റ് ആരിൽ നിന്നും നമുക്ക് ലഭിച്ചൊരു ചെക്കിന്റെ തുക നമ്മൾ ആ ചെക്ക് ബാങ്കിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്കർ ആ അക്കൗണ്ടിൽ നിന്നും പണം കളക്ട് നമ്മുടെ അക്കൗണ്ടിൽ വരവ് വെക്കും. അതിനാണ് ചെക്ക് കളക്ഷൻ എന്ന് പറയുന്നത്. Bearer check is one which is payable to the presenter or bearer of the check.
ബെയറർ ചെക്സ് ആർ എൻകാഷബിൾ അറ്റ് ദി ബാങ്ക് കൗണ്ടർ. അപ്പോൾ ആരാണോ ചെക്ക് കൊണ്ട് വരുന്നത് ആ വ്യക്തിക്ക് കൗണ്ടറിൽ നിന്ന് തന്നെ പണം കൈമാറ്റം ചെയ്യുമെങ്കിൽ അതിനെയാണ് നമ്മൾ ബെയറർ ചെക്ക് എന്ന് പറയുന്നത്. Then order checks are the check which are withdrawn for the payee. Payee means the person whose name is written on the check. Order checks are generally crossed. അപ്പോൾ ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ ആർക്കാണോ പണം കൊടുക്കേണ്ടത് ആ ചെക്കിൽ എഴുതിയിട്ടുണ്ടാവും പേ ടു ഒരാളുടെ പേര്, ആ വ്യക്തിയെ നമ്മൾ പറയുന്ന പേരാണ് പേയി എന്ന്. A crossed check is to be deposited to the payee's account. Crossing denotes drawing two parallel lines across the face of the check. അപ്പോൾ ഒരു ചെക്ക് കണ്ടിട്ടുണ്ടാവൂലേ, ആ ചെക്കിന്റെ ഫേസിൽ ഇതുപോലെ രണ്ട് പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ആ ക്രോസിംഗ് ഒരു സൂചനയാണ്. ഈ ചെക്കിന്റെ തുക ഈ വ്യക്തിയുടെ ആരാണോ ചെക്ക് പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേയി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ എന്നതിന്റെ സൂചനയാണ് ഈ ക്രോസിംഗ് എന്നതിന്റെ അർത്ഥം. അപ്പോൾ ക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ നേരിട്ട് കൗണ്ടറിൽ നിന്നും നമുക്ക് ഉടൻ പൈസ കിട്ടില്ല, അത് പേയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ദെൻ പേയ് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അയാളുടെ ചെക്ക് ഉപയോഗിച്ചിട്ടോ പ്ലാസ്റ്റിക് കാർഡ് ഉപയോഗിച്ചിട്ടോ ആയിരിക്കും പണം പിൻവലിക്കുന്നത്. പക്ഷെ ബെയറർ ചെക്ക് ആണെങ്കിൽ ആ ചെക്ക് കൗണ്ടറിൽ നിന്ന് ക്യാഷ് ലഭിക്കുന്നതാണ്. Then remittance of funds. Another important function of commercial bank is providing the facility of fund transfer from one place to another. It may be in the form of RTGS, NEFT, online fund transfer, demand draft, etc. RTGS means real-time gross settlement and NEFT, National Electronic Fund Transfer. Electronic Fund Transfer ന്റെ രണ്ട് സിസ്റ്റമാണ് RTGS-ഉം NEFT-ഉം. അപ്പോൾ ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെ മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ബാങ്ക് ഓഫർ ചെയ്യുന്നത്. ദെൻ മറ്റ് സേവനങ്ങൾ, ഒന്ന് പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ബിൽസ് എക്സെട്ര. ഉപഭോക്താവിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അദ്ദേഹത്തിന്റെ പേരുള്ള ബില്ലുകൾ പേ ചെയ്യുന്നു. കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, ഇദ്ദേഹത്തിന് ലഭിക്കാനുള്ള വരുമാന മാർഗങ്ങൾ പലിശയാവാം, ലാഭവിഹിതമാവാം, സാലറി ആവാം, ഇവയെല്ലാം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലൂടെ കളക്ട് ചെയ്യുന്നു. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, പ്രൊവൈഡിംഗ് ലോക്കർ ഫെസിലിറ്റീസ് ഫോർ ദ സേഫ് കസ്റ്റഡി ഓഫ് ഗോൾഡ് ആൻഡ് അതർ വാല്യുബിൾസ്. ബാങ്ക് അണ്ടർറൈറ്റ്സ് ദ ഇഷ്യൂർ ഷെയർസ് ആൻഡ് ഡിബഞ്ചർ. ഷെയർ, ഡിബഞ്ചർ ഇവയുടെ ഇഷ്യൂവിനെ അണ്ടർറൈറ്റ് ചെയ്യുന്നു. അതേപോലെ ഷെയർ, ഡിബഞ്ചർ ഇവയെല്ലാം വാങ്ങുന്നതിന് വിൽക്കുന്നതിന് ആവശ്യമായ സേവനം നൽകുന്നു. ലോക്കർ ഫെസിലിറ്റി നൽകുന്നു. കസ്റ്റമർ ഇൻഫോർമേഷൻ കൺവേ ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഇവയെല്ലാം ബാങ്കിന്റെ മറ്റ് സേവനങ്ങളിൽ പെടുന്നു. Then test your understanding. Thank you for your cooperation. Thanks.